പ്രിയമുള്ള കുഞ്ഞുമക്കളെ, തിളങ്ങുന്ന കുട ഈ കഥ കേൾക്കൂ. ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് നിങ്ങൾക്കായി രസകരമായ കഥയുമായി വന്നിരിക്കുകയാണ്. തിളങ്ങുന്ന കുട. അമ്മേ, നാളത്തെ പരീക്ഷയ്ക്ക് കുറെ പഠിക്കാനുണ്ട്. ഈ ഇരുട്ടത്ത് ഞങ്ങൾ എന്തു ചെയ്യും? മുയൽക്കുട്ടന്മാരായ ടുട്ടുവും ലുട്ടുവും അമ്മയോട് ചോദിച്ചു. അമ്മേ, ഞാനൊന്നും വായിച്ചിട്ടില്ല. പാഠങ്ങൾ ഒത്തിരി ബാക്കിയുണ്ട്. നാളെ പരീക്ഷ തുടങ്ങുന്നേരം ഞങ്ങൾ വലഞ്ഞിടും പൊന്നമ്മച്ചി. പൊന്നുമക്കളെ, പകൽ മുഴുവനും കളിച്ചു നടന്നിട്ട് രാത്രി ഇരുട്ടത്ത് പഠിക്കാൻ എന്തു ചെയ്യും? പകൽ ഞങ്ങൾ പഠിക്കാനിരുന്നതാണല്ലോ. പക്ഷേ പതിവില്ലാത്ത ബഹളം മൂലം ഒന്നും മനസ്സിൽ കയറിയില്ല. വെളിച്ചമുണ്ടായിരുന്നെങ്കിൽ രാത്രി നിശബ്ദമായിരുന്നു പഠിക്കാമായിരുന്നു. അവർ പറയുന്നത് കേട്ട് തൊട്ടപ്പുറത്തെ മാളത്തിലെ എലിയച്ചൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നമുക്ക് മിന്നാമിനുങ്ങുകളെ വരുത്താം. എലി പ്രത്യേക ശബ്ദമുണ്ടാക്കിയപ്പോൾ മിന്നാമിനുങ്ങുകൾ കൂട്ടമായി വന്നു. മിന്നിത്തിളങ്ങുന്ന ചങ്ങാതിമാരെ, ഒന്നു പ്രകാശം പൊഴിച്ചിടാമോ? കുഞ്ഞുങ്ങൾ നാളെ പരീക്ഷയ്ക്കായി പഠിക്കാനിരിക്കയാണേ. ഞങ്ങൾ എത്ര നേരം ഇങ്ങനെ വെളിച്ചം കാണിച്ച് നിൽക്കും? കുറച്ചു നേരം കഴിയുമ്പോൾ ഞങ്ങളും ക്ഷീണിക്കും, മിന്നാമിനുങ്ങുകൾ പറഞ്ഞു. പിന്നെന്താണ് വഴി? മുയലമ്മ ചോദിച്ചു. നിങ്ങൾ വിഷമിക്കണ്ട, കുറച്ചകലെ പ്രത്യേകതരം തിളങ്ങുന്ന കൂണുകൾ വിടർന്നു നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അവിടേക്ക് കൊണ്ടുപോകാം. ആ കൂൺകുടയുടെ അടിയിലിരുന്നാൽ ശരിക്ക് വെളിച്ചം കണ്ടു വായിച്ചു പഠിക്കാം. അങ്ങേ മരത്തിനരികിലായി വീണു കിടക്കും മരത്തടിയിൽ നല്ല തിണങ്ങുന്ന കൂൺകുടകൾ മിന്നിത്തിളങ്ങി വിടർന്നു നിൽപ്പൂ. അത് കേട്ടപ്പോൾ അമ്മയ്ക്കും മക്കൾക്കും സന്തോഷമായി. മിന്നാമിനുങ്ങുകളുടെ സഹായത്തോടെ അവർ കുടകളുടെ അരികിലെത്തി. മിന്നാമിനുങ്ങുകളേക്കാൾ തിളക്കത്തിൽ വിടർന്നു നിൽക്കുന്ന മനോഹരമായ കൂണുകൾ കണ്ട് തുള്ളിച്ചാടി. മിന്നാമിനുങ്ങുകൾക്ക് നന്ദി പറഞ്ഞ് കുടയുടെ ചുവട്ടിലിരുന്ന് സുഖമായി പഠിച്ചു.